അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചു കൂട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടിപ്പുറത്തുള്ള തിരക്കൊഴിയരുതേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പിച്ചു കൂട്ടി കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴി അടക്കാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ UDF-ന്റെ പ്രവർത്തകര് ആരംഭിച്ച സമരമാണിന്ന്. അപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാവിലെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ കുറച്ച് സമയത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നാളെ രാത്രിയോടുകൂടി അത് ആരംഭിക്കും, ഈ കുഴികൾ പെട്ടെന്ന് അടക്കുന്ന. ഇപ്പൊ CI ഞങ്ങൾ ഇവിടെ സമരം ചെയ്തവരോട് പറഞ്ഞത് ബുധനാഴ്ചയോടുകൂടി ഈ കുഴികൾ അടക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഇത് പോലീസും കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തൽക്കാലം ഞാൻ നമ്മുടെ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അത് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ റോഡിലെ കുഴി അടക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും സമരം ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു, മണ്ണാർക്കാട് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ ലീഗ് ഭരിക്കുന്ന പല മണ്ഡലത്തിൽ കൊണ്ടോട്ടി, അതുപോലെ തന്നെ PK ബഷീറിന്റെ മണ്ഡലങ്ങളിൽ, ഏറനാട്, എല്ലാ സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യാന്നുള്ളതാണ്. മങ്കട മണ്ഡലത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇപ്പം പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇപ്പൊ UDF ആണ് ഭരിക്കുന്നത്. അത് ഇപ്പൊ കണ്ട് പേടിച്ച്, അവരുടെ സൽഭരണം കണ്ട് പേടിച്ച് വീണ്ടും എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. തൽക്കാലം പ്രവർത്തകര്